ഇന്ന് മാർച്ച് 22. മാർച്ച് 22-ന് അടുത്ത ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ നിന്ന് നേരെ നമ്മൾ കുലാലംപൂർ, എയർ ഏഷ്യ കുലാലംപൂർ ഫ്ലൈറ്റ് രാവിലെ 8:05-ന്. അവിടുന്ന് വൈകുന്നേരം 6 മണിക്ക് മനില, ഫിലിപ്പൈൻസിലേക്ക്. അപ്പോൾ ഒരു 14 ദിവസത്തെ ഫിലിപ്പൈൻസ് ട്രിപ്പാണ് പ്ലാന്. ആദ്യത്തെ ഒരാഴ്ച മനില ബേസ് ചെയ്ത് അടുത്തുള്ള പ്രദേശങ്ങൾ കാണുക. രണ്ടാമത്തെ ആഴ്ച സെബുവിൽ പോയി സെബു എന്നുള്ള കാഴ്ചകൾ കാണുക. ഇത് രണ്ടുമാണ് ഓപ്ഷൻസ്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് വരുന്നതെന്ന് തോന്നുന്നു. സമയം 7:30 കഴിഞ്ഞു. അതെ, നമ്മുടെ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെടാനുള്ള സമയമായി. അപ്പോൾ എയർ ഏഷ്യ നമുക്ക് ആയത് ഏതാണ്ട് 48 രൂപ, 48,000-ന് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടി. അങ്ങ് ദൂരെ താഴെ കൂടെ ഒരു കപ്പൽ പോണത് വേണം. മോളിൽ നോക്കുമ്പോൾ ഏതോ കാർഗോ ഷിപ്പ് പോകണമെന്ന് നോക്കും. മലേഷ്യ പിന്നെ പാം ഓയിലിന്റെ നാടായതുകൊണ്ട് കൊലാലംപൂർ എയർപോർട്ട് എടുക്കുമ്പോൾ തന്നെ മോളിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെ എണ്ണപ്പനകളുടെ വലിയ പാടങ്ങളാണ് കാണുന്നത്. എണ്ണപ്പനകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ കോലാലംപൂർ സമയം 2:20-ന് 2:25-ന് ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം ഇവിടുന്ന് രാത്രി മനിലയ്ക്കുള്ള ഫ്ലൈറ്റ് 8 മണി കഴിഞ്ഞാണ്. മലേഷ്യൻ എയർപോർട്ടിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ചെറുതായിട്ടൊന്ന് ഇരുന്നുറങ്ങാൻ പറ്റിയ സൗകര്യം ഉണ്ടെന്ന് നോക്കാം. അതേ ഇപ്പം നടക്കുകയുള്ളൂ. മലേഷ്യൻ എയർപോർട്ടിൽ ധാരാളം പേരൊക്കെ നിലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കക്ഷീണം വന്നാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റുമല്ലേ. ഫ്ലൈറ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിരുന്നു. ഇപ്പോൾ ഒരു കാര്യമായ ലഞ്ചും എല്ലാം കഴിക്കാം. ഫുഡ് കോർട്ട് മുകളിലെന്തോ ഒരു $50 മാറി മലേഷ്യൻ റിങ്കിറ്റാക്കി. അത് കഴിഞ്ഞ് അടുത്ത തന്നെയുള്ള ചെറിയൊരു കട. അപ്പം നമ്മുടെ ലഞ്ച് വന്നു. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ബീഫുണ്ട്, റൈസുണ്ട്, കുക്കുംബറുണ്ട്, ചിരക്കടല, ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു ഡ്രിങ്ക് കൂടെ മേടിച്ചു. ഇവിടുത്തെ റിങ്കിറ്റ് 31.90. ഇതിനൊരു 8.90. അപ്പോൾ 31.9, ഒരു 8.9. വലിയ എയർപോർട്ടാണ് കുലാലംപൂർ. പല ടെർമിനലുകളും ഒക്കെ ഉണ്ട്. നമ്മൾ വന്നിറങ്ങിയത് ടെർമിനൽ 2 തന്നെയാണ്. അപ്പം ഇവിടുന്ന് ഇനി മനിലയ്ക്കുള്ള ഫ്ലൈറ്റും ടെർമിനൽ 2-ൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ ടെർമിനലിലേക്ക് പോകേണ്ട കാര്യമില്ല. 8:20-ലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് 2 മിനിറ്റോടെ നടന്നാൽ 20-ൽ ചെല്ലും. അങ്ങനെ ലാസ്റ്റ് ഗേറ്റ് ഓപ്പണായി. 8:20-നാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് 4 മണിക്കൂർ എടുക്കണം. അങ്ങനെ ലേറ്റൊന്നും ഇല്ലാതെ തന്നെ നമ്മളെത്തി. ഇവിടെ ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. അതായത് 23-ാം തീയതി 23 വെളുപ്പിന് 12:30-ക്ക് എത്തി. 14 ദിവസം വരെയാണ് ഇന്ത്യക്കാർക്ക് ടൂറിസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, ടൂറിസ്റ്റ് ഇതിൽ വരാൻ പറ്റുന്നത്. വിസ വേണ്ട ഇന്ത്യക്കാർക്ക് 14 ദിവസം വരെ. നമ്മളത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നേരെ പോകുന്നു. കറക്റ്റ് 14 ദിവസം ആവുന്ന അടുത്ത ഞായറാഴ്ച 5-ാം തീയതിയാണ്. വെറുതെ ഞായറാഴ്ചയല്ല, അതിൻ്റെ അടുത്ത ഞായറാഴ്ച. ഇവിടുന്ന് ഇനിയിപ്പം ഹോട്ടൽ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ള. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പതുക്കെ സിം കാർഡ് എടുക്കണം, കുറച്ച് ഡോളർ മാറ്റണം, ടാക്സി പിടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പ്രയോറിറ്റി. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഹോട്ടലിൽ എത്തിപ്പെടാമെന്ന് കരുതുന്നു. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. മാക്സിമം ഒരു 20 മിനിറ്റോളം എടുത്തുള്ളൂ. എല്ലാം കൂടെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്. അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അതൊക്കെ സിം കാർഡ് നോക്കണം. അങ്ങനെ സിം കാർഡ് എടുത്തു. ഇവിടുത്തെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ 950 ആയിരുന്നു. 955 ആയിരുന്നു ഇവിടുത്തെ പെസോ, ഫിലിപ്പീനീസോ. 955 1000 കൊടുത്തവരുടെ ചേഞ്ച് ഇല്ല. അപ്പോൾ 45 രൂപ ആയി. അതുകൊണ്ട് 45 ടിപ്സ് പോലെ ആയി. 1000 എന്ന് പറയുമ്പോൾ നമ്മുടെ 1600. 2 ആഴ്ച 75 GB ഡേറ്റ ഒക്കെ ഉണ്ട്. അത് മതിയായിരിക്കും. 2 ആഴ്ചത്തേക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ടാക്സി ബുക്ക് ചെയ്യണം. അതിന് മുമ്പ് ഒരു എക്സ്പ്രസ്സോ കുടിക്കാമെന്ന് വിചാരിച്ചു. അത് കുടിച്ചിട്ട് ഗ്രാബ് എടുത്ത് നേരെ ഹോട്ടലിലേക്ക് പോകാമെന്നുള്ള ഐഡിയയിലാണ്. താങ്ക് യു.
ഇപ്പോൾ ഫിലിപ്പീൻസിൽ ഗ്രാബാണ് പോപ്പുലറെന്ന് തോന്നുന്നു. ഗ്രാബ് ആപ്പാണ് ഇവിടെ കൂടുതലും ഫേമസ്. അപ്പം ബുക്ക് ചെയ്ത് വന്ന് 5 മിനിറ്റിനുള്ളിൽ ഗ്രാബ് വന്നു. ഇവിടുന്ന് 9 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ 9 കിലോമീറ്റർ മാക്സിമം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചെല്ലുമെന്ന് തോന്നുന്നു. വെളുപ്പിനെ ആയതുകൊണ്ട് ട്രാഫിക്കൊന്നും കാണില്ല. മണി ഇപ്പോൾ 2 മണിയാവുന്നു. നമ്മൾ റൂം എടുത്തേക്കുന്നത് മക്കട്ടി ഏരിയയിലാണ്. നമ്മുടെ സ്കൂട്ടർ റെന്റലുകാരന്റെ ഓഫീസിനടുത്താണ്. അപ്പം അതിനടുത്ത് നോക്കിയാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് പോണ വഴിക്ക് ഇതിന്റെ പേര് പി ബർഗോ സ്ട്രീറ്റ്. മകടിയിലെ അത്യാവശ്യം നൈറ്റ് ലൈഫും ഈ ടിപ്പിക്കൽ ബിയർ പബ്ബുകളും ആക്റ്റീവായ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു പി ബർഗോ സ്ട്രീറ്റ്. നൈറ്റ് ലൈഫിന്റെ ഒരു കേന്ദ്രമാണ് ഈ പി ബർഗോ സ്ട്രീറ്റ്. അപ്പൊ ഇത് കഴിഞ്ഞ് 2 സ്ട്രീറ്റ് കൂടെ കഴിഞ്ഞാണ് നമ്മളുടെ ഹോട്ടല്. അപ്പൊ ഇതാണ് റെഡ് പ്ലാനറ്റ് ഹോട്ടൽ മക്ഡി. റെഡ് പ്ലാനറ്റിലാണ് നമുക്ക് റൂം കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2-2:30 ആയപ്പോൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ ഇവിടെ വാക്കിംഗ് സ്ട്രീറ്റിനൊക്കെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് സമയം കുഴപ്പമില്ല. പക്ഷേ 6 മണിക്ക് മോർണിംഗ് ചെക്കിന്, ഏർലി ചെക്കിങ്ങിന് 6 o'clock പറ്റുള്ളൂ. 6 o'clock ചെക്കിൻ ചെയ്യണം. ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്താൽ ഇവിടുത്തെ 1000 പെസോ, അപ്പം 1600 എക്സ്ട്രാ കൊടുത്ത് 6 മണിക്ക് നേരത്തെ ചെക്കിൻ ചെയ്ത് കിടന്നുറങ്ങാം. അപ്പം അതുവരെ ലഗേജ് വെച്ചിട്ട് പുറത്തോടെ നടക്കുകയോ ഇവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. വെളുപ്പിന് 3:30 ചെറിയൊരു സ്നാക്കിങ്. വിശക്കുന്നുണ്ട്. 6 മണിക്ക് റൂം കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 10 മിനിറ്റ് ഇരുന്ന് ചെറുതായിട്ട് വിശപ്പകറ്റാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. റെൻറ്റ് ടു റൈഡ് മനില വരെ ഒന്ന് പോവുകയാണെങ്കിൽ എന്താണ് ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കാമല്ലോ. മോട്ടോർ സൈക്കിളാണോ സ്കൂട്ടറാണോ എന്താണ് അവൈലബിൾ എന്നൊക്കെ ഉള്ളൂ നോക്കാൻ വേണ്ടി പോവാം. ഇവിടുന്ന് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അങ്ങോട്ടേലും ടാക്സി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വലിയ ചൂടൊന്നുമില്ല, അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ. ബൈക്ക് ടാക്സിയാണ് ഇച്ചിരൂടെ പെട്ടെന്ന് പോകാൻ എളുപ്പം. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും പെട്ടെന്ന് ചെല്ലാൻ ബൈക്ക് ടാക്സിയാണ് നല്ലത്. രാവിലെ ഗ്രാബ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ടാക്സി അവൈലബിൾ ആയിരുന്നു. വലിയ എമൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ടാക്സി തന്നെ എടുത്തു. ഒക്കെയാണ് ഇവിടുത്തെ ഓപ്ഷൻസ്. അത്യാവശ്യം ടോപ്പ് ബോക്സ് ഒക്കെയുള്ള സ്കൂട്ടറുകളും ഉണ്ട്. മോട്ടോർ സൈക്കിളും കുറവാണ്, സ്കൂട്ടറാണ് കൂടുതലുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം സ്കൂട്ടറാണേലും മതി. ലോക്കൽ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ WR 155 ഒക്കെ ഉണ്ട്. പക്ഷേ അത് റോഡ് ടയർ ആയിട്ടേക്കുന്നത്. അതിൽ നല്ലത് അലോയ് വീലുള്ള സ്കൂട്ടറോ അതെല്ലാം എടുത്താൽ മതിയെന്ന് തോന്നുന്നു. നോക്കാം. ടോപ്പ് ബോക്സ് ഉള്ള ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ പോകാനൊക്കെ സൗകര്യം അതായിരിക്കും. ടോപ്പ് ബോക്സ് ഉള്ള വണ്ടിയാണെങ്കിൽ കാര്യത്തിന് ഇച്ചിലൂടെ തീരുമാനമുണ്ട്. മെയിൻ ടുക്കിൻ്റെ ഒക്കെ ഒരു നീളം കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ മിനി വാൻ, മിനി ബസ് പോലെ ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ട് സാധനമാണത്. അതിലാണ് ഇവിടെ ലോക്കൽ ആൾക്കാർ നമ്മൾ ഷെയർ ഓട്ടോയിൽ പോണ പോലെ അതിലാണ് പോണത്. ഇതൊരു ജംഗ്ഷനാണ്. ഇനി 2-3 ബഞ്ചി കോഡ് മേടിക്കണം. ഇവിടെ അടുത്തൊരു കടയുണ്ടെന്നാണ് പറഞ്ഞത്. കാര്യം 3 ബഞ്ചി കോഡ് എടുത്തതാണ്. പക്ഷേ ചെക്കിൻ ലഗേജ് ഇല്ലാഞ്ഞുകൊണ്ട് ക്യാബിൻ ലഗേജിനകത്ത് ബഞ്ചി കോഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഇത് സെക്യൂരിറ്റിയിൽ എടുത്ത് കളഞ്ഞു. ഇഷ്ടംപോലെ ഹോണ്ട ഉണ്ട്. ഹോണ്ട ADV വളരെ കോമണാണ്. ഈ സാധനമാണ് പോകുന്നത്. കുറേ പേർക്ക് ഇരിക്കുക, ഒരു 10-15 പേർക്ക് സുഖമായിട്ടിരിക്കാൻ തോന്നും. അപ്പോൾ അവിടെ വണ്ടി സെറ്റാക്കി. ഹോണ്ടയുടെ ADV 160 ഉണ്ടായിരുന്നു. ADV 160ക്ക് വന്നിട്ട് ഡെയിലി 1200 പെസോ. 1200 എന്ന് പറയുമ്പം നമ്മളുടെ ഒരു 1000 ആണ് 1600. 200 എന്ന് പറയുമ്പോൾ 300. 1900 രൂപ. 1900 രൂപ റേഞ്ചിൽ അത് കിട്ടി ഡെയിലി റെൻറ്റിൽ. അപ്പോൾ ഒരു 4 ഫുൾ ഡേ വരും ഇവിടെ. പിന്നെ സാറ്റർഡേ ചിലപ്പോൾ ഒരു ഹാഫ് ഡേ പോലെ വരുമായിരിക്കും. കാരണം സാറ്റർഡേ ഈവനിങ് നമുക്ക് സെബൂല് പോകാനുള്ള ഈവനിങ് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ രാവിലെ മുതൽ കണക്കെടുക്കാം. ഒരു 24 മണിക്കൂറെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നാളെ രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ 6 മണിക്ക് വരികയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് 24 മണിക്കൂർ ഒരു ദിവസം അതാ കണക്ക്. അപ്പോൾ 4 ഫുൾ ഡേ പ്ലസ് കുറച്ച് മണിക്കൂറുടെ മതിയായിരിക്കും. നല്ല ട്രാഫിക്കാണ് രാവിലെ. പീക്ക് അവറായെന്ന് തോന്നുന്നു. തണലുള്ള സ്ഥലത്തോടെ ഇങ്ങോട്ട് നമ്മൾ ടാക്സിക്ക് വന്ന് അങ്ങോട്ടൊന്ന് പറ്റുന്നിടത്തോളം ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളൊക്കെ, പുതിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ട് പോകാമല്ലോ എന്നുള്ള ഐഡിയയിൽ. 2.5 കിലോമീറ്റർ ഉണ്ട്. പറ്റുമെങ്കിൽ നടക്കാം. വെയിൽ കൂടുതലാണെങ്കിൽ അടുത്ത ടാക്സി പിടിക്കാം. അതെല്ലാം കുഴപ്പമില്ല. ഇത് മക്കട്ടി ഏരിയ എന്ന് പറയുമ്പം മനിലയിലെ ഇച്ചിരൂടെ ഒരു ഡെവലപ്ഡായ ഏരിയ, ഇച്ചിരൂടെ
മോഡേൺ ഏരിയയാണ്. മെട്രോ മനില എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൂടുതലും ചേരികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. ഇതോടെ ഇതിൽ കൂടുതൽ കൺജഷനാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ ഒരു ജിമിനി, പഴയ ജനറേഷൻ ജിമിനിയാണല്ലോ. അപ്പോൾ ഇവിടെ മഗടി ഏരിയ ഇച്ചിരൂടെ ഡെവലപ്ഡ് ആയതുകൊണ്ട് റോഡൊന്നും വലിയ കുഴപ്പമില്ല. മോഡേൺ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാഫിക് ഉണ്ട് അത്യാവശ്യം. ഇന്ത്യയിലെ പോലെ തന്നെ ആൾപ്പെരുപ്പമുള്ള സിറ്റി ആയതുകൊണ്ട് ട്രാഫിക്കിന് കുറവൊന്നുമില്ല. മഗടി സെൻട്രൽ ഫയർ സ്റ്റേഷൻ, ഇവിടെ വലിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, മഗടി മെഡ് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ട്രാഫിക്കുണ്ട് കുറവ്. ഇവിടെ അതുകൊണ്ട് ഒരു സൈഡിലൊക്കെ നല്ല ബിൽഡിങ്ങുകളും കുറച്ച് മരമൊക്കെ ഉള്ളതുകൊണ്ട് തണലുള്ളതുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ ഇന്ന് അങ്ങനെ മോർണിംഗ് വാക്കൊന്നും പോയില്ലായിരുന്നു. ഹോട്ടൽ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് റിസപ്ഷനിലൊക്കെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ് രാവിലെ ഒരു 6 മണിക്കാണ് റൂം കിട്ടിയത്. 6 തൊട്ട് 9 വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തണലൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നു വെച്ച്. ഇനി ഒരു 1.25 കിലോമീറ്ററോടെ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഇന്നലത്തെ ഉറക്കക്ഷീണം മുഴുവൻ മാറിയിട്ടില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു മയക്കം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഈവനിങ് ഓൾഡ് സിറ്റിയുടെ സൈഡിലേക്ക് പോകാമെന്നുള്ള ഐഡിയയിലാണ്. അവിടെ കുറച്ച് കത്തീഡ്രലും പിന്നെ കുറേ സാധനങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയുണ്ട്. കുറേ ഇപ്പോൾ വൈകുന്നേരമാണ്, വലിയ വെയിൽ കാണില്ലല്ലോ. അപ്പോൾ ആ സമയം നോക്കി അങ്ങോട്ട് പോകാമെന്നുള്ള ഐഡിയയിലാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് വെൻഡീസിനാക്കി. രാവിലെ കുറച്ച് കഴിച്ച കാരണം വിശപ്പ് കുറവായിരുന്നു. 2 പീസ് ചിക്കനും കിട്ടി. അതിൻ്റെ കൂടെ പ്ലെയിൻ റൈസുണ്ട്, എന്തോ സോസും ഉണ്ട്. അപ്പോൾ ചിക്കൻ റൈസ് ആൻഡ് സോസാണ് ഇന്നത്തെ ലഞ്ച്. കഞ്ഞിയാണോ എന്നറിയില്ല. കോക്കനട്ട് നൈസ്, ഇത് കൊള്ളാമല്ലോ. ഇത് ലോക്കൽ സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. രസമുണ്ട് കാണാൻ. കണ്ടിട്ട് വെറൈറ്റി സാധനങ്ങളാണ്. ലഞ്ച് കഴിഞ്ഞാറിന് ഇപ്പോൾ ഉടനെ വേണ്ട, ലഞ്ച് കഴിഞ്ഞില്ലെങ്കിൽ കഴിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു ബൈക്ക് ടാക്സി എടുത്തപ്പോഴൊക്കെ നമ്മൾ മനില സിറ്റിയുടെ അങ്ങോട്ട് പോവാണ്. മെയിനായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നത് ഓൾഡ് സ്പാനിഷ് ഏരിയ ഉണ്ട്, ഇൻട്രോമുറോസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് കൂടുതലും ഒരു ഹെറിറ്റേജും ചില കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഒരു ബൈക്ക് ടാക്സി കയറി അങ്ങോട്ട് പോകണ കുറച്ച് നേരം നടന്നിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ. ആ ഐഡിയയിലാണ് അങ്ങോട്ട് പോകുന്നത്. മെട്രോ മനിലയിലെ കാഴ്ചകളാണ്. നല്ല ട്രാഫിക്കാണ്. മെട്രോ മനിലയിലെ ട്രാഫിക്കില്ല. ചെറിയ പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ഒരു ഏരിയയാണ് മെട്രോ മനില. ഈ ചെറിയ ട്രൈസൈക്കിൾ പോലെ ബൈക്കിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ ഓട്ടോറിക്ഷ പോലെ നമ്മുടെ ഇനിയൊരു ചെറിയ റിക്ഷ പോലെ ബൈക്കിൻ്റെ സൈഡിലും കെട്ടി വെച്ചിട്ടുണ്ട്. മെട്രോ മനിലയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ ചൈന ടൗണാണ്. പണ്ട് വളരെ പഴയതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഒരു പഴയ ചൈന ടൗണാണെന്ന് പറയുന്നത്. പണ്ടത്തെ ചൈനീസ് ട്രേഡ് സെൻ്ററുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും. ഓൾഡ് ടൗൺ ഏരിയ ആണ്. ഇൻട്രാമുറോസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ട്. പണ്ട് കുറച്ച് നാളത് സ്പാനിഷ് കോളനിയായിരുന്നല്ലോ. അപ്പോൾ സ്പാനിഷ് കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇൻട്രാമുറോസ് പഴയ ഒരു ഫോർട്ടാന്ന് തോന്നുന്നു. ഒരു വാക്ക് വേ പോലൊക്കെ ഉണ്ടല്ലോ. ഓ, ഇതൊരു കോട്ടയാണ്, പഴയ കോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമ്മളിങ്ങോട്ട് വന്ന് ഇറങ്ങി. ഇതിലൊക്കെ വൈകുന്നേരം ആയതുകൊണ്ട് ചൂടില്ല, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുതിര വണ്ടികളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ചെറിയ കുതിര വണ്ടികളിലൊക്കെ ആൾക്കാർ വരുന്നു. ഓൾഡ് സിറ്റി കൂടെ ഇങ്ങനെ കുതിരയൊക്കെ ഓടിച്ചുകൊണ്ട് പോകും. ഫേമസ് ആയിട്ടുള്ളത് സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചുണ്ട്. പിന്നെ മനില കത്തീഡ്രലിലൂടെ അടുത്താണെന്നാണ് കേട്ടിരുന്നത്. പറ്റുകയാണെങ്കിൽ ഇന്ന് കാണാം, അല്ല നാളെ കാണാം. പിന്നെ സാന്റിയാഗോ ഫോർട്ട്, ഇത് പഴയ ഒരു സ്പാനിഷ് കൊളോണിയൽ കാലത്തെ 1600 മുതൽ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് കൊളോണിയൽ കാലത്തെ ഇതാണ് ഏരിയയാണ് ഈ ഇൻട്രാമുറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നൈറ്റും ഈവനിങ് ഒക്കെ വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സൈക്ലിംഗ് ട്രാക്ക്, വാക്കിംഗ് സൈക്ലിംഗ് ട്രാക്കാണ് കളറിൽ കാണിച്ചേക്കുന്നത്. നല്ല കാര്യം, സൈക്ലിംഗ് ട്രാക്കൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടിയിരിക്കുന്നു. പൂച്ചകളൊക്കെ ഉണ്ടല്ലോ. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഫിലിപ്പീൻസ്, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ
ഇവിടെ എന്താണ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനോ പോർട്ടൊക്കെ അടുത്തുള്ള ഇസബെല്ല ടു ക്യൂൻ ഓഫ് സ്പെയിൻ. ക്യൂൻ ഇസബെല്ലയുടെ സ്റ്റാച്യു വന്നു. ചെറുകിട ഫുഡ് സ്റ്റോളുകൾ, എനിക്ക് തോന്നുന്നെല്ലാം പരിപാടി കഴിഞ്ഞാണോ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന നടത്തില്ല. ഡിന്നറിന് വേണ്ടിയൊക്കെ ധാരാളമുണ്ട്. ലഞ്ച് ടൈം കഴിഞ്ഞ് ഇനിയിപ്പം ഡിന്നർ ടൈമിലേക്കായിരിക്കും ആക്റ്റീവ് ആവുള്ളതെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മുമ്പ് നടന്ന് കയറി വന്ന ഫോർട്ടിൻ്റെ ഒരു വ്യൂ ആണ്. ബ്രിഡ്ജിൻ്റെ വ്യൂ നോക്കി മുകളിൽ കൂടെ നടക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. പേ പാർക്കിംഗ്. കുതിരവണ്ടികളും അതും ഇതൊക്കെ ആയിട്ട് ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ കയറി വരാവുന്നല്ലേ. ഇവിടെ വരുമ്പോഴേ അതുകൊണ്ടൊരു ചൈന ടൗണിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ടിപ്പിക്കൽ ചൈന ടൗണിൽ കാണുന്ന പോലത്തെ തൂക്കിയിട്ടേക്കുന്ന വിളക്കുകളും ഇതുമൊക്കെ നല്ല രസമുണ്ട്. ചൈന ടൗണിന് അങ്ങോട്ടുള്ള വഴി ചെറിയൊരു ബ്രിഡ്ജാണിത്. അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, ഒരു ബ്രിഡ്ജുണ്ട്. നൈസ്, കൊള്ളാം, നല്ല സ്ഥലം. കുറച്ചുകൂടെ ഇരുട്ടി കഴിഞ്ഞാലായിരിക്കും ഭംഗി കൂടുമെന്ന് തോന്നുന്നു. ആഹാ, അസ്തമയ സൂര്യനെ കാണാൻ എന്ത് രസം. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അസ്തമയ സൂര്യൻ, ചൈന ടൗൺ. കൊള്ളാം, അതൊരു നല്ല ഏരിയ, ഭംഗിയുണ്ട്. ഒരു ഈവനിങ് ഗ്രേറ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഷോ കോർണർ, കടകളൊക്കെ ഉണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഈവനിങ്, ഇച്ചിരി ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണ്. ഫാമിലി ക്രൗഡ്, യങ്സ്റ്റേഴ്സൊക്കെ ഒത്തിരി വരുന്നുണ്ട്. നല്ല ഫുഡൊക്കെ ഉണ്ട്. സോസേജ്, ഷവർമയൊക്കെ ഉണ്ട് നല്ല. Can I have one shawarma? ബീഫ് ഷവർമയാണ് കഴിക്കാൻ പോണത്. വൈകുന്നേരത്തെ ഒരു ഇതിന് ബീഫ് നല്ല ഫാറ്റൊക്കെ ഉണ്ട്. അവിടെ ഒരു ബീഫ് ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. പഴയ സ്പാനിഷ് അധിനിവേശ കാലത്തിൻ്റെ അടയാളങ്ങളാണ്. അതിൻ്റെ ഒരു മെമ്മോറിയലൊക്കെ പോലെയാണ്. ഇതാരാണ് ഇരിക്കുന്നത്. ഈവനിങ് ഒക്കെ ഫാമിലിയായിട്ടും യങ്സ്റ്റേഴ്സും ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് നല്ല കടകളും റിവർ സൈഡിൽ നല്ല കടകളൊക്കെ ഉണ്ട്.
ഷവർമ, ബീഫ് ഷവർമയാണ് ഇവിടെയും ഫേമസ് എന്ന് തോന്നുന്നു. എല്ലായിടത്തും ബീഫ് ഷവർമയാണല്ലോ. ഇപ്പം അങ്ങോട്ട് കടകൾ മാത്രമായിരിക്കും കൂടുതൽ. ചൈന ടൗണിൻ്റെ അവിടെ കൊണ്ടൊന്ന് പോകും. അപ്പോൾ ഈ ഫിലിപ്പൈൻസിലേക്കുള്ള യാത്ര ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ പോയാൽ കടലാന്ന് തോന്നുന്നു. രാത്രി ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ. ഫസ്റ്റ് നാഷണൽ സിറ്റി ബാങ്ക് ഓഫ് ന്യൂയോർക്ക്. നല്ലൊരു ആർച്ചൊക്കെ, ചൈന ടൗണിൻ്റെ അങ്ങോട്ടുള്ള ആർച്ചൊക്കെയാണ്. കളർഫുള്ളാണ് ചൈന ടൗണിൻ്റെ അവിടെ വെച്ചേക്കുന്ന ആർച്ച്. നല്ല കളർഫുള്ളാണ്. ചൈനയുടെ ഒരു ഫീല് വരുന്നുണ്ട്. ആ സൈഡിൽ തൂക്കിയിട്ടേക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട്. കുറച്ചുനേരമായി നടപ്പ് തുടങ്ങിയിട്ട് കാലൊക്കെ ചെറുതായിട്ട് വേദനെടുക്കണം. ചൈന ടൗൺ ഏരിയയ്ക്ക് ബിനോണ്ടോ എന്നാണ് പറയുന്നത്. ബിനോണ്ടോ എന്നാണ് ഈ ഏരിയയുടെ പേര്, ചൈന ടൗൺ ഏരിയ. ഈ ചെറിയ മോട്ടോർ സൈക്കിളിൻ്റെ സൈഡിൽ നമ്മുടെ പഴയ സൈക്കിൾ റിക്ഷ സൈഡിലേക്ക് വെച്ച പോലെ ഉണ്ട്. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സൈഡിൽ തന്നെ വെയിലും മഴയൊന്നും കൊണ്ടാതെ പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഭയങ്കര തിരക്കാണ് അവിടെ. ആൾക്കാർ ക്യൂ നിൽക്കുക കയറാൻ. കഫേ മെസാനിം വോളണ്ടിയർ ഫയർമാൻസ് കോഫി ഷോപ്പ്. എന്താ തിരക്കുന്നത്? ചെറിയൊരു കനാല്, അങ്ങോട്ടും കടകളൊക്കെയാണ്. ചൈന ടൗണിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. വെൽക്കം ടു മനില ചൈന ടൗൺ. അതെല്ലാം ചെറുകിട ഈട്രീസാണ് കൂടുതലും. ചെറുകിട ഈട്രീസ്, സ്നാക്സ്, ടിപ്പിക്കൽ ഒരു ചൈന വൈബ് കിട്ടുന്ന സ്ട്രീറ്റാണ്. ഇവിടെ എന്താണെന്ന് നോക്കാം. ടിപ്പിക്കൽ ചൈനീസ് വൈബുണ്ട്. കടകളൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ബ്രിഡ്ജ്, കനാല് പോലെ വന്നിട്ട് അവിടെയൊക്കെ അതിൻ്റെ ഒരു ആർച്ച് പോലൊക്കെ ഉണ്ട്. അപ്പം നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇന്നൊരു ചെറിയ ലൈറ്റ് ഡിന്നർ മതിയായിരുന്നു. വൈകുന്നേരം നമ്മളൊരു ഷവർമയൊക്കെ അടിച്ച് കാരണം വലിയ വിശപ്പില്ല. ഒരു ലോക്കലി കണ്ട ഒരു ഫിലിപ്പിനോ ചെറിയൊരു സ്ട്രീറ്റ് ഫുഡാണ്. റൈസുണ്ട്, എഗ്ഗുണ്ട്, പിന്നുള്ളത് പോർക്കാണ്. എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അങ്ങനെ ഡേ 1 കുഴപ്പമൊന്നുമില്ലാതെ സമാപിച്ചു. നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് നേരത്തെ പോയി കിടന്നുറങ്ങാം. രാവിലെ വന്ന് റൂം കിട്ടിയപ്പോൾ 6 മണിയായി. പിന്നെ ഒരു 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. 9 എണീറ്റ് പോയി. പിന്നെ നേരെ നമ്മുടെ സ്കൂട്ടറുകാരൻ്റെ അടുത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് തിരിച്ചു വന്നു. നാളെയും കൂടെ മനില ലോക്കൽ ആയതുകൊണ്ട് ഈവനിങ് വീണ്ടും ഇന്ന് പോയ സ്ഥലത്ത് തന്നെ പോയി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ച് കാണാനുള്ള പഴയ സ്പാനിഷ് കൊളോണിയൽ കണക്ഷനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ. അപ്പം നാളെ വൈകുന്നേരത്തേക്ക് ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ പോകണം. നാളെ പകല് അടുത്തുള്ള വേറെ സ്ഥലങ്ങളൊക്കെ കാണാമെന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മനിലയിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ. മനിലയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.